ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 8 വ്യാഴാഴ്ചയാണ്. RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് രാവിലെ 10 മണിക്ക് നടക്കും. നല്ല വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആവാനാണ് സാധ്യതയുള്ളത്. ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ പോസിറ്റീവിലായിരുന്നു. ഡൗ ജോൺസ് 150 പോയിന്റ്സ് ഉയരുകയുണ്ടായി. ഇന്നലെ US മാർക്കറ്റുകളെ നയിച്ചത് ടെക് സ്റ്റോക്കുകളായിരുന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ്. നിഫ്റ്റിയിൽ ഒരു 40 മുതൽ 50 പോയിന്റ്സിന്റെയൊക്കെ ഗ്യാപ്പ് അപ്പ് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. അതുകൊണ്ട് ധാരാളം വാർത്തകൾ നോക്കാനുണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ആദ്യം മാർക്കറ്റ് ന്യൂസിലേക്ക്. ആദ്യത്തെ വാർത്ത ഇന്ന് നടക്കാനിരിക്കുന്ന മോണിറ്ററി പോളിസി മീറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് RBI റിപ്പോ നിരക്ക് 6.5% നിന്ന് മാറ്റം വരുത്താൻ സാധ്യതയില്ല. 2024-25 GDPയുടെ 5.1% എന്ന താഴ്ന്ന നിരക്കമ്മി ലക്ഷ്യം RBIക്ക് ഗുണകരമാണ്. മറ്റൊരു ആശങ്കയായി ഈ റിപ്പോർട്ടിൽ പറയുന്നത് ബാങ്കിംഗ് സിസ്റ്റത്തിലെ ടൈറ്റ് ലിക്വിഡിറ്റിയാണ്. ഈ ടൈറ്റ് ലിക്വിഡിറ്റി അർത്ഥമാക്കുന്നത് ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ ബാങ്കുകളുടെ കൈവശം ലിക്വിഡ് ക്യാഷ് ഇല്ലാത്ത അവസ്ഥയാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയുന്നത് നല്ലതാണ്, പക്ഷേ ലിക്വിഡിറ്റി കൺസേൺസ് അത് പരിഹരിക്കുന്നില്ല. ഈ ഒരു പ്രശ്നം RBI പരിഗണിച്ചേക്കും എന്നാണ്. കൂടാതെ ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം റേറ്റ് കട്ട് തന്നെയാണ്. ഓഗസ്റ്റിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടായേക്കാം എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. റേറ്റ് കട്ടിലേക്ക് പോകണമെങ്കിൽ കോർ ഇൻഫ്ലേഷൻ തുടർച്ചയായി കുറയുകയും വേണം എന്നും പറയുന്നു. രാവിലെ 10 മണിക്കാണ് MPC മീറ്റിംഗ് ഡിസിഷൻ വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് അനുസരിച്ച് 2045 ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യം നിറവേറ്റുന്നതിന് $14 ട്രില്യൺ ഗണ്യമായ നിക്ഷേപത്തിന്റെ ആവശ്യകത ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് OPECന്റെ സെക്രട്ടറി ജനറൽ ഹൈത്തിം അൽ ഖൈസ് പറയുകയുണ്ടായി. 2045 ഇന്ത്യൻ എനർജി ഡിമാൻഡ് ഇരട്ടിയായി 38 മില്യൺ ബാരൽ പെർ ഡേ ആകുമെന്നും ഇപ്പോൾ അത് 19 മില്യൺ ബാരൽ പെർ ഡേ ആണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സോളാർ എനർജിയും വിൻഡ് എനർജിയും പോലുള്ള റിന്യൂവബിൾ സ്രോതസ്സുകൾ അതിവേഗം വളരുന്നുണ്ടെങ്കിലും വരും കാലങ്ങളിലും ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ എണ്ണ പ്രധാന പങ്ക് വഹിക്കുമെന്നും റിപ്പോർട്ട് പ്രവചിക്കുന്നു. അടുത്ത ഒരു വാർത്തയും ഓയിലുമായി ബന്ധപ്പെട്ടതാണ്. 2030 ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഡിമാൻഡ് സ്രോതസ്സായി ഇന്ത്യ മാറും. സാമ്പത്തിക വളർച്ചയും ജനസംഖ്യ വർധനവും മൂലം ആഭ്യന്തര ഡിമാൻഡ് പ്രതിദിനം 1.2 ദശലക്ഷം ബാരൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്റർനാഷണൽ എനർജി ഏജൻസി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണിത്. മറ്റൊരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടർ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ആഭ്യന്തര എണ്ണ ഉൽപ്പാദനം കുറയും എന്നതാണ്. പുതിയ കണ്ടെത്തലുകളുടെ അഭാവം മൂലം നിലവിലെ 7 ലക്ഷം BDയിൽ നിന്ന് 2030 5,40,000 BD ആയി കുറയും എന്ന് പറയുന്നു. ഇന്ത്യ ഇതിനകം തന്നെ അതിന്റെ എണ്ണ ആവശ്യത്തിന്റെ 87% ഇറക്കുമതി ചെയ്യുന്നു. ഇറക്കുമതി വരും വർഷങ്ങളിൽ ഇനിയും വർദ്ധിക്കും. ഇത് ഒരു മിക്സഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ ഇമ്പോർട്ട് കൂടുന്നു എന്നത് ഒരു ആശങ്ക തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തത്. ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റി 21,930 ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് നോട്ടിലാണ് നിഫ്റ്റി തുടങ്ങിയതെങ്കിലും ഫെബ്രുവരി 1, ഫെബ്രുവരി 2, ഫെബ്രുവരി 5 എന്നീ തീയതികളിലുണ്ടായ വലിയ ഫോളിന് സമാനമായ ഒരു ഫോൾ തന്നെയാണ് ഇന്നലെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ഇൻട്രാഡേ ഹൈയിൽ നിന്ന് ഏകദേശം 180 പോയിന്റ്സ് ആണ് നിഫ്റ്റി ഇടിഞ്ഞത്. ഇന്നലെ പ്രീ മാർക്കറ്റിൽ ഈ 3 ദിവസങ്ങളും കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാർക്കറ്റിന്റെ ഹയർ ലെവലിൽ ഒരു പ്രത്യേക കോഷ്യസ് ആവശ്യമാണ് എന്ന് നമ്മൾ എടുത്തു പറയുകയുണ്ടായിരുന്നു. 22,000 മുതൽ 22,130 വരെയുള്ള സോൺ നല്ല സെല്ലിംഗ് നടക്കുന്ന ഒരു സോണായിട്ട് തന്നെയാണ് വീണ്ടും കാണുന്നത്. ജനുവരി 16 ഈ സോണിൽ നിഫ്റ്റി എത്തിയിരുന്നു, അവിടെ നിന്നും ഡൗൺ ആയി. ഫെബ്രുവരി 2 ഈ സോണിൽ വീണ്ടും നിഫ്റ്റി എത്തി, അവിടെ നിന്നും ഡൗൺ ആയി. ഇന്നലെ ഫെബ്രുവരി 7 ഈ സോണിൽ എത്തിയ നിഫ്റ്റി വീണ്ടും ഡൗൺ ആവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നിഫ്റ്റിയുടെ 30 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ കാണാം. എന്നിരുന്നാലും നിഫ്റ്റി പോസിറ്റീവ് തന്നെയാണ്. റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ആയി നിൽക്കുന്ന 22,000 മുതൽ 22,130 വരെയുള്ള ഒരു സോണാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 21,730 മുതൽ 21,650 വരെയുള്ള സോൺ പ്രധാനപ്പെട്ടതാണ്. കാരണം 20-യുടെ EMA കൂടി ആ റേഞ്ചിൽ വരുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം 21,660 റേഞ്ചിലാണ് അത് വരുന്നത്. ഡേ ക്യാൻഡിൽ ലോവർ വിക്കോട് കൂടിയ ഒരു ബീറിഷ് കാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 22,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 22,300 സ്ട്രൈക്കിലും അതിനുശേഷം 22,100 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,900-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,700 സ്ട്രൈക്കിലും അതിനുശേഷം
21,800 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21,900 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,000 അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായ 21,950 50% വർധനവാണ് കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 58% വർധനവ് കാണാം. കുറച്ചുകൂടി സ്ട്രോങ് കോൾ സൈഡാണ് എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 21,900 സ്ട്രൈക്കിൽ 37% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 50% വർധനവുണ്ട്. ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 22,000 സ്ട്രൈക്കിൽ 26% വർധനവ് കാണാം. ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 78% വർധനവുണ്ട്. ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡും പുട്ട് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു സ്ട്രെങ്ത് കോൾ സൈഡിനാണ് എന്ന് നമുക്ക് കാണാം. ബാങ്ക് നിഫ്റ്റി 45,818 0.28% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പുൾ ബാക്കിന് സാധ്യതയുണ്ട് എന്ന് പറയുകയുണ്ടായി. 3 ദിവസത്തെ ഫോളിന് ശേഷം ബാങ്ക് നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളാണ്. ആദ്യം കോൾ സൈഡിൽ 46,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 44,000 അതിനുശേഷം 45,000 ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 45,000 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 46,000 ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത് 15.50 എന്ന നിലയിലാണ്. 1.77% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്തത്. സ്റ്റോക്ക് ന്യൂസ് സെഗ്മെന്റിൽ ആദ്യം Q3 റിസൾട്ടുകളിലേക്കാണ്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് നെറ്റ് പ്രോഫിറ്റിൽ 17.3% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. 301.5 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 9.5% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ കാണുന്നത്. 3,804 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 10.5% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. 4,028.3 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 2.6% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 11,549.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഫാർമ കമ്പനിയായ ലൂപ്പിനാണ്. നെറ്റ് പ്രോഫിറ്റിൽ 4 മടങ്ങിൻ്റെ വർധനവാണ് ഈ ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. 613.1 കോടി രൂപയാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 153.5 കോടി രൂപ മാത്രമായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. ലൂപ്പിന്റെ US ബിസിനസ്സിൽ 23.7% വളർച്ചയും ഇന്ത്യയിൽ 13.4% വളർച്ചയും അവർ രേഖപ്പെടുത്തി. റവന്യൂ 20.2% വർധനവാണ് ഉണ്ടായത്. ഇയർ ഓൺ ഇയറിൽ 5,197.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് അപ്പോളോ ടയേഴ്സ്. നെറ്റ് പ്രോഫിറ്റിൽ 78.1% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളത് 496.6 കോടി രൂപയിലാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് അതിൽ 2.7% വളർച്ചയാണ് കാണുന്നത്. 6,595 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് ആദ്യം SJVN 200 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്ടിനായി ഗുജറാത്ത് ഊർജ്ജ വികാസ് നിഗം ലിമിറ്റഡുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. അടുത്ത ഒരു സ്റ്റോക്ക് ന്യൂസ് ഉള്ളത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷനെ സംബന്ധിച്ചാണ്. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി പ്രദീപ് പഞ്ചാബിയുടെ നിയമനം കമ്പനി അംഗീകരിച്ചു എന്നൊരു വാർത്ത. മറ്റൊരു കമ്പനി കല്യാണി സ്റ്റീലാണ്. കാമിനാനി സ്റ്റീൽ ആൻഡ് പവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആസ്തികൾ വിജയകരമായ ലേലക്കാരനായി കല്യാണി സ്റ്റീലിനെ പ്രഖ്യാപിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, ഡെൽറ്റ കോർപ്പ്, സെയിൽ, അശോക് ലൈലാൻഡ്, ഹിൻഡ് കോപ്പർ, ഇന്ത്യ സിമെന്റ്സ്, ഇൻഡസ് ടവേഴ്സ്, നാഷണൽ അലുമിനിയം, UPL, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികൾ ഗ്രാസം ഇൻഡസ്ട്രീസ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, സൊമാറ്റോ, ബയോകോൺ, RT ഇൻഡസ്ട്രീസ്, അപ്പോളോ ഹോസ്പിറ്റൽ, ആസ്റ്റർ DM, ആസ്ട്രാസെനിക്ക, ബൽറാംപൂർ ചിനി മിൽസ്, BEML, എസ്കോട്ട്സ് കുബോട്ട, ഇന്ത്യ ഷെൽട്ടർ ഫിനാൻസ് കോർപ്പറേഷൻ, പതഞ്ജലി ഫുഡ്സ്, RVNL, തെർമാക്സ്, ടൊറൻ പവർ, സൈഡസ് വെൽനസ് എന്നീ കമ്പനികളാണ്. ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 11:30 മുതലാണ്. അപ്പോൾ രാവിലെ 9 മണി മുതൽ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകളുടെയും F&O സ്റ്റോക്കുകളുടെയും ഒരു പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. സ്വിംഗ് സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കിലേക്കാണ്. ആദ്യം HDFC ലൈഫ്. ഫെബ്രുവരി 6 നമ്മൾ 580 എന്ന നിലയിൽ എൻട്രി എടുക്കുന്നത്. 600 ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു.
മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ത്രിവേണി ടർബൈൻ ആയിരുന്നു. നവംബർ 21 സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. 405 എന്ന നിലയിൽ എൻട്രി എടുത്തു. സ്റ്റോക്ക് 498 വരെയാണ് ഇന്നലെ അപ്പായത്. ഏകദേശം 12% മുകളിലാണ് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആയിരുന്നു. 66.9 എന്ന നിലയിൽ എൻട്രി എടുത്തു. ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 75ഉം സെക്കൻഡ് ടാർഗറ്റ് 80ഉമായിരുന്നു. രണ്ട് ടാർഗറ്റുകളും ഇന്നലെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഏകദേശം 21% മുകളിലാണ് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് റൈറ്റ്സ് ആയിരുന്നു. ഫെബ്രുവരി 5 നമ്മൾ സ്റ്റോക്കിൽ എൻട്രി എടുത്തത്. 761 എന്ന നിലയിൽ എൻട്രി എടുത്തു. 808 വരെയാണ് ഇന്നലെ സ്റ്റോക്ക് അപ്പായത്. ഏകദേശം 6% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഇന്നലെ ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്കും അതുപോലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതുമായ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. യൂക്കോ ബാങ്ക് 61.2 എന്ന നിലയിൽ എൻട്രി എടുത്തു. 70 ആയിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. 70 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 14% മുകളിൽ നമുക്ക് ഇൻട്രാഡേയിൽ മാത്രം പ്രോഫിറ്റായി ലഭിച്ചു. F&A സെഗ്മെൻറ്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് M&M ആയിരുന്നു. 1700 CE ആയിരുന്നു പറഞ്ഞത്. ഫെബ്രുവരി 1 എൻട്രി എടുക്കുന്നത്. 1745 ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത കുറച്ച് സ്റ്റോക്കുകളുടെ വിവരങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 1691 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 327 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ നേട്ടത്തിലായിരുന്നു. ഡൗ ജോൺസ് 0.37% ഉയർന്നു. നാസ്ഡാക്ക് 0.97% ഉയർന്നു. S&P 500 0.84% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. S&P 500 കമ്പനികളിലെ പകുതിയിലേറെ കമ്പനികളുടെ Q4 റിസൾട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. 81.2% എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ തന്നെയായിരുന്നു പുറത്തു വന്നത് എന്ന് LSEG ഡാറ്റ ചൊവ്വാഴ്ച പുറത്തുവിട്ട ഡാറ്റയിൽ പറയുന്നു. സെക്ടറുകളിൽ ഇന്നലെ ടെക് സെക്ടർ തന്നെയാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 1.4% ഉയർന്നത്. മെറ്റ 3% മുകളിൽ ഉയർന്നു. Nvidia 2% മുകളിലും മൈക്രോസോഫ്റ്റ് 2% മുകളിലും ഉയരുകയുണ്ടായി. സ്റ്റോക്കുകളിൽ ചിപ്പോട്ട്ലെ മെക്സിക്കൻ ഗ്രിൽ എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ട് കൊണ്ടുവന്നതോടെ സ്റ്റോക്ക് ഏകദേശം 7.2% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്ത്. റിസൾട്ടുകൾക്ക് ശേഷം ഫോർഡ് 6% ഉയരുകയും ചെയ്തു. ഇന്ന് US നിന്ന് പുറത്തു വരുന്ന ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ പ്രധാനപ്പെട്ടതാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം. ഇന്നലെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളിലും ഇടിവിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്ത്. ബാങ്കിംഗ് സൈഡിൽ HDFC ബാങ്ക് 0.71% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. ICICI ബാങ്ക് 0.36%. ആക്സിസ് ബാങ്ക് മാത്രമാണ് നേട്ടമുണ്ടാക്കിയത്. 1.56% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ടെക് സൈഡിൽ ഇൻഫോസിസ് 0.90% ഇടിഞ്ഞപ്പോൾ വിപ്രോ 0.84% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. മേക്ക് മൈ ട്രിപ്പ് ഏകദേശം 1% മുകളിൽ നഷ്ടത്തിലും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന US മാർക്കറ്റുകളിൽ ഡൗ ജോൺസ് 0.02% ഉയർന്നാണുള്ളത്. S&P 500 0.01% ഇടിവിലും നാസ്ഡാക്ക് 0.02% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിലാണ് ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.68% ഇടിഞ്ഞപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് CAC 0.36% ഇടിഞ്ഞത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.65% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. സ്റ്റോക്ക് 600 0.3% ഇന്നലെ ഇടിഞ്ഞത്. ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകൾ 1% മുകളിൽ ഇടിവ് അവിടെ രേഖപ്പെടുത്തി. ഓട്ടോ സ്റ്റോക്കുകൾ 0.5% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. ഡാക്സ്, CAC, FTSE എന്നീ 3 മാർക്കറ്റുകളും ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്ന് പ്രധാനപ്പെട്ട 2 ഇവന്റ്സ് ആണ് ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് മുന്നിലുള്ളത്. ചൈനയുടെ ഇൻഫ്ലേഷൻ ഫിഗേഴ്സും RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വരുന്നുണ്ട്. ചൈനയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ ഇയർ ഓൺ ഇയറിൽ 0.5% ഇടിയും എന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡാറ്റ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,046 എന്ന നിലയിലാണ്. 24 പോയിന്റ്സിന്റെ അപ്സൈഡിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു റേഞ്ച് വെച്ച് നിഫ്റ്റിയിൽ ഒരു 40 മുതൽ 50 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നതാണ് ചോദ്യം. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ നിക്കി മാർക്കറ്റ് 0.77% ഉയർന്നാണുള്ളത്. കോസ്പി മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 0.37% ഉയർന്നും. സിംഗപ്പൂർ മാർക്കറ്റ് 0.08% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഒരു സന്ധിക്കുള്ള സാധ്യതകൾ കുറയുകയും US ഉൽപ്പാദനം മന്ദഗതിയിലാവുകയും വിപണിയിൽ കൂടുതൽ വിതരണത്തിനുള്ള ആശങ്കകൾ ഇല്ലാതായതോടെ ഇന്നലെ ക്രൂഡ് വില ഉയരുകയുണ്ടായി.
ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 79.44 എന്ന നിലയിലാണ്. 0.08% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $74.08 പെർ ബാരൽ എന്ന നിലയിൽ 0.30% ഉയർന്നാണ് WTIയും ഉള്ളത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം മാത്രം ഇന്ന് ട്രേഡ് എടുക്കുക. മാത്രമല്ല, ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളുടെ വ്യൂസ് മാത്രമാണ്. മറ്റുള്ളവയെല്ലാം നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വാർത്തകളാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.